നമ്മൾ ആദ്യം ഇവിടുന്ന് പോകുന്നത് ജബലുൽ സൈത്തൂൻ, ഒലീവ് പർവ്വതത്തിലേക്കാണ്. ഒലീവ് പർവ്വതം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒലീവ് പർവ്വതം എന്ന് അതിന് പേര് കിട്ടാനുള്ള കാരണം സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളമിറങ്ങി ആളുകളൊക്കെ വെളിയിലിറങ്ങിയപ്പോൾ അവർക്ക് കഴിക്കാനൊന്നുമില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി മുളപ്പിച്ചു കൊടുത്തതാണ് സൈത്തൂൻ. വത്തീനി വസ്സൈത്തൂനി വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞ് സത്യം ചെയ്ത ഒന്നാണ് സൈത്തൂൻ. വെറുതെ പറഞ്ഞതല്ല, അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, മനുഷ്യ സമൂഹത്തിലുണ്ടായി പ്രത്യേകമായ വഴിത്തിരിവ് മനുഷ്യ സമൂഹം നന്ദിയോടെ ഓർക്കണം എന്നാണ്. അന്നൊരാളും രക്ഷപ്പെട്ടില്ല വെള്ളപ്പൊക്കത്തിൽ, അല്ലെങ്കിൽ ഒന്നും കിട്ടാതെ മരിച്ചുപോയെങ്കിൽ മനുഷ്യവർഗം തന്നെ ഇന്നുണ്ടാകുമായിരുന്നില്ല. അതിൽ കുറേ കാര്യങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. പത്തീൻ എന്ന് പറഞ്ഞാൽ തീനുകൾ കണ്ടില്ലേ? തീൻ മരം കണ്ടോ? അത്തിപ്പഴത്തിൻ്റെ മരം കണ്ടില്ലേ? ഏറ്റവും ലോകത്ത് നല്ല ക്വാളിറ്റിയുള്ള അത്തിപ്പഴം ഫലസ്തീനിലുണ്ടാകുന്ന അത്തിപ്പഴമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. എല്ലാ അർത്ഥത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ക്വാളിറ്റിയുള്ള അത്തിപ്പഴം ഇവിടുത്താണ്. സൈത്തൂൻ ഇവിടുത്തതാണ്. ഈ മണ്ണിലുണ്ടാകുന്നതിന് പ്രത്യേകമായ പ്രാധാന്യവും ബർക്കത്തുമുണ്ടെന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ആലമുന്നാസായ ജനങ്ങളൊക്കെ, പ്രവാചകന്മാർ, ഒരുപാട് മഹാന്മാർ ജീവിച്ചതും അവർ പെരുമാറിയതും ഈ മണ്ണിലാണ്. അള്ളാഹു അതുകൊണ്ട് ഈ മണ്ണിന് പ്രത്യേകമായ ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആദ്യമായി ഈ സൈത്തൂൻ മുളപ്പിച്ചു കൊടുത്ത മലയാണ് ജബലുൽ സൈത്തൂൻ എന്നറിയപ്പെടുന്നത്. അവിടേക്ക് നമ്മൾ പോവാം. നിങ്ങളവിടെ ചെന്നിട്ട് ആദ്യം മുളച്ച സൈത്തൂൻ ഏതാണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ കഴിയില്ല. ആദ്യം ഇവിടെ ഉണ്ടായെന്ന് വെച്ചാലും കാണിച്ചു തരാൻ കഴിയില്ല. ആ സ്ഥലമാണ് നമ്മൾ കാണുന്നത്. മനസ്സിലായല്ലോ? ബൈത്തുൽ മുഖദ്ദസ് ലോകത്തെ 3ാമത്തെ ഹറമാണ്. മുസ്ലിംകളുടെ ആദ്യ ഖിബിലയാണ്. ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത് ജബലുൽ സൈത്തൂനിൻ്റെ മുകളിലാണ്. മുകളിൽ നിന്ന് അതിനോട് ചേർന്ന ഭാഗത്താണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അപ്പോൾ നമ്മൾ സൈത്തൂൻ പർവ്വതത്തിൽ താഴത്തേക്ക് നോക്കിയാൽ നേരെ കാണാം. അതിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ കുന്നിലാണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അപ്പോൾ തീൻ നിങ്ങൾ കണ്ടു, അത്തിപ്പഴം. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത് ഈ അത്തിപ്പഴമായിരുന്നുവെന്നാണ്. അപ്പോൾ വത്തീനി, അത്തിപ്പഴം ആദ്യ മനുഷ്യൻ്റെ ഉത്ഭവമായി. വസ്സൈത്തൂൻ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രത്യേക വഴിത്തിരിവ്. വത്തൂരി സീനീന, മൂസാ നബി അലൈഹി സ്വലാം. തൂരി സീന മൂസാ നബിയുമായി ബന്ധപ്പെട്ട് അല്ലാഹു നബുവത്ത് കൊടുത്തത്. വഹാദൽ ബലദിൽ അമീൻ, മക്കയാണത്, ഈ ശാന്തമായ സമാധാനപൂർണമായ നാടും. അപ്പം മനുഷ്യ ചരിത്രത്തെ അല്ലാഹു ബന്ധിപ്പിക്കുകയാണ്. ആദം നബി അലൈഹിസ്സലാമിൽ അവരിൽ നിന്ന് വന്ന ആ സത്യം നൂഹ് നബി അലൈഹിസ്സലാമിലൂടെ ലോകത്ത് സ്ഥാപിതമായി മൂസാ നബി അലൈഹിസ്സലാമിൽ എത്തിച്ചേർന്നത് അതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എത്തിച്ചേർന്നതും അതുതന്നെയാണ്. അപ്പോൾ മനുഷ്യ ചരിത്രത്തെ വിശ്വാസപരമായി ബന്ധിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. അതിൽ സൈത്തൂൻ പർവ്വതമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഭയങ്കര ചരിത്രവും നമ്മുടെ വിശ്വാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. 3 മതവിശ്വാസികൾക്കും ഇവിടെ അവരുടെ വിശ്വാസപരമായുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് ആ അർത്ഥത്തിൽ തന്നെ കാണേണ്ടതാണ്. ഇതിന് മുകളിലാണ് മഹദി റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹയുടെ ഖബറിടമുള്ളത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാം ഇവിടെയാണ്. സൽമാനുൽ ഫാരിസി താമസിച്ചതാണ് അവിടെ, അതെല്ലാം മരിച്ചു കിടക്കുന്നുണ്ട് അവിടെ. 2 അഭിപ്രായമുണ്ട്. സൽമാനുൽ ഫാരിസിയുടെ ഖബർ ഇറാഖിലോ സിറിയയിലോ 2 സ്ഥലത്തുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടാളൊരു സ്ഥലത്താണെന്നുള്ളത്, ഉറപ്പാണ്. പിന്നെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരു നിയ്യത്തിലൊരു കാര്യം ചെയ്താൽ അത് തന്നെയാണെന്ന്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ആളുകളുടെയും പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യുന്നത് അവരുടെ കരുത്തനുസരിച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യും. എന്നിട്ട് നമ്മൾ നേരെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരും. ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നമ്മൾ പോകും. അവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഒന്ന്,
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു തൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അള്ളാഹു ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുവന്നിട്ടാണ് റസൂലുള്ളാഹിനെ അള്ളാഹു തൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയത്. അല്ലേ? ആണ് ഇസ്രാ മിഅ്റാജ് അതാണല്ലോ. അപ്പം നമുക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിനോടനുബന്ധിച്ചുള്ള യാത്ര ഇതാണ്. നിസ്കാരം അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം. നമുക്ക് തിരിയാത്ത എന്താ വെച്ചാൽ നിസ്കാരത്തിൻ്റെ ഒരു ഗുണഫലവും നമ്മുടെ നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ലോകത്തിൻ്റെ ഏറ്റവും ആവശ്യം സമാധാനമാണ്. ലോകത്ത് നിന്നല്ല എല്ലാ മനുഷ്യനും സമാധാനമാണ് ഇല്ലാത്തത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹനെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവും. അഖിമിസ് സ്വലാത്ത ലിദിക്രി, നിസ്കരിക്കേണ്ടത് മനസ്സമാധാനം എന്നെ ഓർക്കാനാണ് എന്ന് ഖുർആൻ. ഒന്ന്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സ്ഥലമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പാദസ്പർശനവും കൂടെ ഉണ്ടായ മണ്ണാണ്. മൂന്നാമത്തെ ഹറമാണിത്. ഒന്ന് പരിശുദ്ധ മക്ക, രണ്ട് മദീന, മൂന്ന് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിലെ ഒരു വക്ത് നിസ്കാരത്തിന് 500 വക്ത് നമസ്കാരങ്ങളുടെ പ്രതിഫലം അള്ളാഹു നൽകും എന്ന് സ്വഹീഹായ ഹദീസിൽ പുണ്യ നബി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ള സ്വഹാബികൾക്കിടയിൽ എന്ന് പറഞ്ഞു, തൂബാലി ഷാം, തൂബാലി ഷാം. ഷാം ഷാം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ, ഇസ്രായേൽ, ജോർഡാൻ, സിറിയ ഈ രാജ്യങ്ങൾ അടങ്ങുന്ന സ്ഥലമാണ് പഴയ കാലത്തെ ഷാം. പുണ്യ നബി തൂബാലി ഷാം, ഷാം എത്ര നല്ല നാട് എന്ന അർത്ഥത്തിൽ പുണ്യ നബി പറഞ്ഞപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ബിമദാക യാ റസൂലല്ലാഹ്, എന്താ ഹബീബായ നബി അങ്ങനെ പറഞ്ഞത്? റസൂലുള്ള പറഞ്ഞു, ഇന്നൽ മലായികത ബാസതു അജ്നിഹതഹാ, മലക്കുകൾ അലശാം, മലക്കുകൾ അവരുടെ ചിറക് വിരിച്ച് സംരക്ഷണം കൊടുക്കുന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്, ഷാമിനെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ള അങ്ങനെ ദുആയിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വഫീ സാഇനാ വമുദ്ദിനാ വഫീ ഷാമിനാ. കൂട്ടത്തിൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, അയാൾ ഇറാഖുകാരനായിരുന്നു. അയാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് വഫീ ഇറാഖിനാ. പുണ്യ നബി മുണ്ടിയില്ല. റസൂലുള്ള പിന്നെയും ആവർത്തിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വഫീ സാഇനാ വമുദ്ദിനാ വഫീ ഷാമിനാ. പുണ്യ നബി 3 തവണയും ഷാം എടുത്തു പറഞ്ഞു. ഈ സ്വഹാബി ഇറാഖുകാരനായ ആൾ ഫഫീ ഇറാഖിന എന്ന് പറഞ്ഞപ്പോൾ പുണ്യ നബി മൗനം പാലിച്ചു എന്നാണ്. ഷാം എന്നതുകൊണ്ട് റസൂലുള്ള ഉദ്ദേശിച്ചത് നമ്മൾ പ്രധാനമായും ബൈത്തുൽ മുഖദ്ദസാണ്. അല്ലാഹുവേ, ബൈത്തുൽ മുഖദ്ദസിനെ നീ ബർക്കത്ത് ചെയ്യണേ. പുണ്യ നബിയുടെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, റസൂലുള്ള പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ സത്യത്തിന് വേണ്ടി പോരാടുന്നൊരു വിഭാഗം ഷാമിലുണ്ടാകുന്ന. അപ്പം അതിൻ്റെ അർത്ഥം ഖിയാമത്ത് നാൾ വരെ യുദ്ധവും അടിയും പിടിയും തന്നെ ഇവിടെ നടക്കുകയാണ്. അവർ സത്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ അവസാന പരമ്പര എത്തിച്ചേരുക ഇമാം മഹ്ദിയിലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി എന്നിട്ട് പറഞ്ഞു, വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ദജ്ജാലിനെ കൊല ചെയ്യുന്നത് വരെ കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് ത്വാഹാ റസൂലുള്ളാഹി. ദജ്ജാലിൻ്റെ അനുയായികളാണ് ജൂതന്മാർ എന്ന് മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ദജ്ജാലിൻ്റെ അനുയായികളാണ്, കടന്നു വരാൻ പോകുന്ന ദജ്ജാലിനെയാണ് അവർ സ്വീകരിക്കുക എന്നാണ്. അതിനുവേണ്ടിയാണ് ബാബുലുദ്ദൊക്കെ ഒരുക്കി വെച്ചത്. ദജ്ജാലിനെ അവിടെ വെച്ചാണ്, ബാബുലുദ്ദ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ എയർപോർട്ടുള്ളത് അവിടെയാണ്, അവിടെ വെച്ചാണ് ദജ്ജാലിനെ കൊലപ്പെടുത്തുക എന്ന് പുണ്യ നബി ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ബാബുലുദ്ദിൽ, ബാബ് എന്ന് പറഞ്ഞാൽ കവാടം, ഗേറ്റ്. ഒരു നാട്ടിലേക്കുള്ള കവാടമാണ് ഒന്നുകിൽ സീപോർട്ട് അല്ലെങ്കിൽ എയർപോർട്ട്. അവിടെ വെച്ചാണ് ദജ്ജാലിനെ കൊല ചെയ്യുക എന്നാണ്. ഒരുപാട് പത്യകളും പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട്, ബനു ഇസ്രായേലിയരോട് പറയുന്നത് ഖുർആൻ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്, ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസതല്ലതി കതബല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന മണ്ണിലേക്ക് കടന്നോളൂ എന്ന് ഇസ്രായേലിയരോട് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാൻ പറഞ്ഞു. ഓലെ കൂട്ടാക്കിയില്ല എന്ന് കിടക്കാൻ. അവർ പറഞ്ഞു, അന്ന് ഇവിടെ അമാലിക എന്ന് പറയുന്ന വിഭാഗമായിരുന്നു താമസിച്ചിരുന്നത്. അമാലിക അവർ ക്രൂരരായിരുന്നു, ധിക്കാരികളുമായിരുന്നു. അപ്പോൾ ബനു ഇസ്രായേൽക്കാർക്ക് തോന്നി, ഞങ്ങൾ ഇവിടെ താമസിക്കണമെങ്കിൽ ഇവരെ യുദ്ധം ചെയ്ത് ഇവിടുന്ന് പുറത്താക്കണം, മേത്തടി കൊള്ളാൻ കഴിയില്ല. അവർ പറഞ്ഞു, മൂസേ, യുദ്ധം ഞങ്ങളോട് പറയരുത്. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹഉനാ ഖായിദൂൻ. നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്നവർ പറഞ്ഞു. അങ്ങനെ അവർ കയറാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ബൈത്തുൽ മുഖദ്ദസിൽ മരിക്കണം എന്നത്. കാരണം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, വല്യാപ്പ ഇവിടെയാണ്, വല്യാപ്പമാരൊക്കെ ഇവിടെയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി ഒക്കെ ഇവിടെയാണ്. അതുകൊണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്ത് മണ്ണിൽ മരിച്ചു കിടക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന് തൻ്റെ ജനതയുടെ മനോഭാവവും അവരുടെ മോശമായ സ്വഭാവവും കാരണം ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടക്കാൻ പറ്റിയില്ല എന്നാണ്. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന് പുറത്താണ് മൂസാ അലൈഹി സ്വലാം വഫാത്തായി കിടക്കുന്നത്. നാളെ നമ്മൾ ഇൻഷാ അല്ലാഹ് ജോർഡാനിലേക്ക് പോകുന്ന വഴിയിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു കിടക്കുന്ന സ്ഥലം, നമ്മൾ വഫാത്തായി കിടക്കുന്ന സ്ഥലം നമ്മൾ സന്ദർശിക്കും.
ഈ ഗൈഡുമാരുടെ വിശ്വാസത്തിനനുസരിച്ച് അഭിനൂൽ ഇങ്ങനെ പറയാം. അപ്പം നമ്മളായാലും അങ്ങനല്ലേ, നമ്മൾ ഏത് ആദർശത്തിലാണോ ഒരു കാര്യം പറയുമ്പോൾ നേരെ അതിലേക്കാണ് കൊണ്ടുവരും. ഇതേപോലെ നമുക്ക് ഓരോ ബസ്സിലുള്ള ഗൈഡ് ഏത് വിശ്വാസിയാണോ അയാൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഇസ്രാഇന്റെ യാത്രയിൽ പുണ്യ നബി പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനായ മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. സ്വഹാബികളോട് പറയാൻ, ഒരു ചുവന്ന കുന്നിൻ്റെ താഴ്ഭാഗത്ത് മൂസാ നബിയുടെ ഖബറിടം ഞാൻ കണ്ടു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ശരിയാണ് ആ ഹദീസ്. കാരണം മൂസാ നബി ഹദീസ് ശരിയാണ്. പുണ്യ നബി ആ പറഞ്ഞ ഹദീസ് അനുസരിച്ച്, ഹദീസ് ശരി എന്നല്ലേ, ഈ ഹദീസ് സ്വഹീഹാണ്. ആ ഹദീസ് അനുസരിച്ച് നമ്മൾ നാളെ കാണുന്ന സ്ഥലം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറിടമുള്ള സ്ഥലമാവാൻ ഏറെ സാധ്യതയുണ്ട്. നമ്മളവിടെ സിയാറത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്.